ഞാൻ ഇന്നൊരു പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണേ. അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഈ എല്ലാം എടുത്ത് വെച്ചേക്കുന്നത്. കസ്റ്റാർഡ് പൗഡർ, വാനില എസൻസ്, ബ്രെഡ്, പാല്, പഞ്ചസാര. കുഞ്ഞിൻ്റെ സ്കൂളിലൊരു ഫുഡ് ഫെസ്റ്റ് ഉണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. ബ്രെഡിന് 4 വശം കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം അത് രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചത് സെറ്റ് ചെയ്യുന്നതിൻ്റെ ഇതിന് വേണ്ടിയിട്ടാണ് രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചത്. അതിനിടയ്ക്ക് കട്ട് ചെയ്ത് വെച്ചതെല്ലാം ഇടയ്ക്കിടയ്ക്ക് വന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ചന്തമോനെ. പിന്നെ അങ്ങനെ എല്ലാം കട്ട് ചെയ്ത് വെച്ചു. കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ പാലൊക്കെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെക്കാൻ പോയി. ആദ്യം പാലൊഴിച്ചിട്ട് നമുക്ക് ഈ അടുക്കി വെച്ചേക്കുന്ന നമ്മൾ ട്രെയിൽ അടുക്കുന്ന ഉടനെ ബ്രെഡ് അടുക്കുന്ന ഉടനെ അതിൻ്റെ മുകളിൽ നമുക്കൊരു ബേസ് കോട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. പാലൊഴിച്ചിട്ട് അതിൽ പഞ്ചസാരയും വാനില എസൻസും മിൽക്ക് മെയ്ഡോട് ചേർത്തിട്ട് നന്നായി ഇളക്കി ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. കുറുക്കിയെടുത്തതിന് ശേഷം ആ പാല് മാറ്റി വെച്ചിട്ട് പിന്നെ ബാക്കിയുള്ള പാലൊഴിച്ചിട്ട് ഇതുപോലെ തന്നെ നമുക്കൊന്നും കൂടി സെറ്റ് ചെയ്തെടുക്കാം. അതിനകത്തോട്ട് നമുക്ക് കസ്റ്റാർഡ് പൗഡർ വേണം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. കസ്റ്റാർഡ് പൗഡർ നമുക്ക് ആവശ്യമുള്ളത്ര കുറുക്കി എടുക്കേണ്ട രീതിയിൽ 2-3 സ്പൂൺ എടുത്ത് വെള്ളത്തിൽ ചാലിച്ചിട്ട് ഈ തിളപ്പിക്കുന്ന പാലിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമ്മൾ ഒരു കൈ കൊണ്ട് ഇളക്കുന്ന കൂട്ടത്തിൽ മറ്റേ കൈ കൊണ്ട് ഈ കസ്റ്റാർഡ് പൗഡർ അതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. പിന്നീട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ട്രേയിലോട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ബ്രെഡ് അടുക്കി സെറ്റാക്കി വെക്കണം. സെറ്റാക്കി വെച്ച ബ്രെഡിൻ്റെ മുകളിൽ ആദ്യം നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന പാലിൻ്റെ മിശ്രിതം എടുത്ത് അതൊന്ന് പഞ്ഞി പോലെ ആകാൻ വേണ്ടിയിട്ടാണ് എടുത്ത് വെക്കുന്നത്. ഇനി കലക്കി വെച്ചേക്കുന്ന കസ്റ്റാർഡ് പൗഡർ നമുക്ക് കുറുക്കിയെടുക്കാം. ആ പാലിലോട്ട് കസ്റ്റാർഡ് പൗഡർ ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒരുപാട് കുറുകരുത്, ആവശ്യത്തിനൊന്ന് കുറുക്കിയെടുത്തിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ആദ്യം ആ മിശ്രിതം എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ബ്രെഡിൻ്റെ മുകളിലോട്ട് നമുക്കിത് നന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ചൂടോടുകൂടി ചേർത്താൽ നേരത്തെ സോഫ്റ്റായിട്ടിരിക്കുമായിരിക്കും, എന്നാലും ഒന്നും കൂടി നല്ല സോഫ്റ്റായിട്ട് പുഡിങ് കിട്ടത്തുള്ളൂ. പിന്നെ ആ റെഡിയാക്കി വെച്ചേക്കുന്നതിൻ്റെ മുകളിൽ കുറച്ച് ബ്രെഡ് ക്രംസ് എല്ലാം ചേർത്ത് ഒന്ന് ഗാർണിഷ് ചെയ്ത് വെക്കാം. അപ്പോൾ പുഡിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞിൻ്റെ സ്കൂളിലെ ഫുഡ് ഫെസ്റ്റിലേക്ക് ഞാൻ പുഡിങ്ങാണ് റെഡിയാക്കിയിരിക്കുന്നത്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കി എടുക്കണം. തണുപ്പിച്ചും കഴിക്കാം, അല്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ.